നമസ്തേ. സംസ്കൃത ശബ്ദജാലത്തിൻ്റെ 3 തൂണുകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നാമത്തത് നാമപദമാകുന്ന തൂണ്, രണ്ടാമത്തത് ക്രിയാപദം, മൂന്നാമത്തത് നമ്മൾ എഴുതിയിരിക്കുന്ന അവ്യയാനി. നമ്മൾ കുറേ നാമപദങ്ങൾ നമ്മൾ കണ്ടു. അകാരാന്ത പുല്ലിംഗ ശബ്ദം, നപുംസകലിംഗ ശബ്ദം, ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം, അങ്ങനെ കുറച്ച് ശബ്ദങ്ങൾ നമ്മൾ കണ്ടു. പിന്നീട് ക്രിയാപദങ്ങളും കുറച്ച് കണ്ടു. വർത്തമാനകാലം, ഭൂതകാലത്തിൻ്റെ കുറച്ച് സാമ്പിൾ കണ്ടു, അതുപോലെ ഭവിഷ്യത് കാലത്തിൻ്റെയും കണ്ടു. അപ്പോൾ നമ്മൾ അവ്യയങ്ങളും കുറച്ച് കണ്ടിട്ടുണ്ട്, എന്നാലും ഒന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അവ്യയം, അവ്യയാനി. അപ്പം അവ്യയം നപുംസകലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് അതിൻ്റെ ബഹുവചനം അവ്യയാനി. എന്തുകൊണ്ട് അതിൻ്റെ പേര് അവ്യയം എന്ന് വന്നു? അപ്പം ആ മാറ്റിയിട്ട് ഇതെടുക്കാം, അവ്യയം. ഇപ്പോൾ വ്യയം ഇല്ലാത്തത് അവ്യയം. വ്യയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റം. ഇപ്പോൾ മാറാതെ നിൽക്കുന്നതിന് അവ്യയം എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈശ്വരനെയും അവ്യയം എന്ന് പറയും, മാറാതെ നിൽക്കുന്ന ഈശ്വരൻ. എപ്പോഴൊക്കെയാണ് മാറ്റം സംഭവിക്കുക? ഒന്നില്ലെങ്കിൽ ലിംഗത്തിൽ മാറ്റം സംഭവിക്കാം. സ്ത്രീലിംഗമോ നപുംസകമോ പുല്ലിംഗമോ ആകാം. നമ്മൾ കണ്ടു സംസ്കൃതത്തിൽ 3 ലിംഗങ്ങളുണ്ട്: സ്ത്രീലിംഗം, നപുംസകലിംഗം, പുല്ലിംഗം. അപ്പോൾ ശബ്ദങ്ങൾ ലിംഗങ്ങൾ അനുസരിച്ച് മാറും. ഇല്ലെങ്കിലോ വിഭക്തികൾ അനുസരിച്ച് മാറാമല്ലോ. നമ്മൾ കണ്ടു സപ്തവിഭക്തികളുണ്ടല്ലോ, 7 വിഭക്തികൾ. അപ്പോൾ ഓരോ വിഭക്തിയിലും ഒരേ ശബ്ദത്തിൻ്റെ തന്നെ മാറ്റങ്ങളുണ്ടല്ലോ. ഇപ്പോൾ രാമഃ ശബ്ദത്തിൻ്റെ തന്നെ പ്രഥമാ വിഭക്തിയിൽ രാമഃ, രണ്ടാമത്തെ വിഭക്തി വരുമ്പോൾ രാമം എന്നാകുമല്ലോ, മൂന്നാമത്തെ വിഭക്തിയിൽ രാമേണ എന്ന് വരും. ഇപ്പോൾ വിഭക്തി അനുസരിച്ച് മാറും. അത് മാത്രമല്ല വചനം അനുസരിച്ചും മാറും. ഇപ്പോൾ ഒന്നാമത്തെ വിഭക്തിയിൽ തന്നെ ഏകവചനം രാമഃ, ദ്വിവചനമോ രാമഃ രാമൗ എന്നാകും. ബഹുവചനത്തിലോ രാമഃ രാമൗ രാമാഹ. അപ്പോൾ ഈ ഒരു പദം തന്നെ ലിംഗമനുസരിച്ച്, വിഭക്തി അനുസരിച്ച്, വചനമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഈ അവ്യയമുണ്ടല്ലോ, സുന്ദര കുട്ടപ്പനാണ്. എന്ത് സംഭവിച്ചാലും മാറിയേയില്ല. ചിലരുണ്ടല്ലോ, ആര് വന്നാലും അവരവരനുസരിച്ച്, വരുന്ന ആൾക്കാരനുസരിച്ച്, വരുന്ന സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ ഓന്തിനെ പോലെ, ഓന്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, എവിടെ പോയി ഇരിക്കുന്നു അതിൻ്റെ നിറം വരും. പക്ഷേ അത് നല്ലതാണോ ചീത്തയാണോ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അവ്യയം മാറിയേയില്ല. അതുകൊണ്ടാണ് പേര് തന്നെ അവ്യയം. ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ലിംഗത്തിനുള്ള ഉദാഹരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. മാതാ അപി ആഗച്ഛതി. ആഗച്ഛതി വരുന്നു. ആര് വരുന്നു? മാതാ, അമ്മ വരുന്നു. ഇതിൻ്റെ കൂടെ ഒരു ശബ്ദം കൂടിയുണ്ട്, അപി. മാതാ അപി ആഗച്ഛതി, അമ്മയും വരുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ ഓൾസോ എന്നാണ് ഈ അപിയുടെ അർത്ഥം. അപ്പോൾ ഈ മാതാ ഏത് ലിംഗമാണ് നമ്മൾ പഠിച്ചിട്ടില്ല. ഋകാരാന്ത ശബ്ദമാണ്, പക്ഷെ സ്ത്രീലിംഗമാണ്. മാതാ അമ്മയും വരുന്നു. അടുത്ത സെന്റൻസ് വാക്യം എന്താണ്? പിതാ അപി ആഗച്ഛതി, അച്ഛനും വരുന്നു. അപ്പോൾ പിതാ എന്ന് പറയുമ്പോൾ പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ പുല്ലിംഗ ശബ്ദം വരുമ്പോഴും അപി തന്നെയാണ്. സ്ത്രീലിംഗ ശബ്ദം വരുമ്പോഴും അതിനൊരു മാറ്റമില്ല അല്ലേ. ഇനി നമുക്ക് നപുംസകലിംഗ ശബ്ദം നോക്കാം. വിമാനം. നമ്മൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ വിമാനം വരാൻ വേണ്ടിയിട്ട്. പലരും ഈ ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ്, അങ്ങനെ കണക്റ്റിംഗ് ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് വന്നിട്ടില്ല, അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. വന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദാ വരുന്നു ഒരു ഫ്ലൈറ്റ്, ഒരു തൊട്ടടുത്ത് വേറൊരു ഫ്ലൈറ്റ് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ടാറ്റ ബൈ ബൈ കാണിക്കുന്നു. പിന്നീട് നമ്മൾ അറിയുന്നു നമ്മൾ പോകേണ്ട ഫ്ലൈറ്റാണ് ദാ പോയത്, നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ വിമാനം അപി ആഗച്ഛതി, വിമാനവും വരുന്നു. വിമാനം നപുംസകലിംഗ ശബ്ദം. അപ്പോൾ നപുംസകലിംഗ ശബ്ദത്തിനും പുല്ലിംഗ ശബ്ദത്തിനും സ്ത്രീലിംഗ ശബ്ദത്തിനും അപി മാറുന്നില്ലല്ലോ, അപി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ അപി എന്നാണ് അവ്യയമാണ്. മാതാ പിത വിമാനം നാമപദങ്ങളാണ്. ആഗച്ഛതി എന്നുള്ളത് ക്രിയാപദമാണ്. അപി അവ്യയമാണ്. ഇനി വിഭക്തികൾക്കുള്ള എക്സാമ്പിൾ, ഉദാഹരണങ്ങൾ. രാകേഷഃ അപി പഠതി. ഞാൻ പഠിക്കുന്നു സംസ്കൃതം. വേറെ ആരാ പഠിക്കുന്നത്? രാകേഷനും പഠിക്കുന്നു.
രാകേശഃ അപി രാകേശനും പഠിക്കുന്നു. ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, രാകേഷിനൊന്ന് വിളിക്കാം, ഫോൺ ചെയ്ത് ചോദിക്കാം എങ്ങനെയാണ് പഠിക്കുന്നത്, ഒന്നും തലയിൽ നിൽക്കുന്നില്ലല്ലോ, അപ്പോൾ നീ എങ്ങനെയാണ് പഠിക്കുന്ന ഒരു രീതി പറഞ്ഞു തന്നാലും. അപ്പോൾ എന്ത് ചെയ്യുന്നു, രാകേശം അപി ആഹ്വയതു. ആഹ്വയതു ഹാ പാതി ബ. ആഹ്വയതു വിളിച്ചാലും, ആഹ്വാനം ചെയ്യാന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. അപ്പം ആഹ്വയതു വിളിച്ചാലും, ആരെ, രാകേശനെയും വിളിച്ചാലും, വേറെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ രാകേശനെയും ആഹ്വയതു വിളിച്ചാലും. അപ്പം ഇവിടെ രാകേശഃ എന്നുള്ളത് എന്തായി, രാകേശം എന്നായി. രാകേശനെയും വിളിച്ചാലും. ഇത് പ്രഥമാ വിഭക്തിയാണ്. അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിന്റെ രാകേശഃ രാമഃ പ്രഥമാ വിഭക്തി, രാമം രാകേശം ദ്വിതീയ വിഭക്തി. വിഭക്തി മാറി, പക്ഷേ ഇത് മാറിയിട്ടില്ല, അവ്യയം മാറിയിട്ടില്ലല്ലോ, അപി അപി തന്നെയാണ്. വേറൊരു വിഭക്തി, രാകേശേന സഹ അപി ക്രീഡാമി. പഠിച്ച് ബോറടിച്ചു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, കളിക്കാൻ പോവാം. അപ്പം ആരുടെ കൂടിയാണ് കളിക്കാൻ പോകുന്നത്, രാകേശേന സഹ, രാകേശനോടൊപ്പം, ഒപ്പവും വേറെയും പല ആൾക്കാരുണ്ട് കളിക്കാൻ, രാകേശനോട് കൂടെയും ക്രീഡാമി ഞാൻ കളിക്കുന്നു. അപ്പം അപ്പോഴും രാകേശഃ ശബ്ദം മാറി രാകേശേനയായി, പക്ഷേ അപി മാറിയില്ല. ഇനി ശരി, രാകേശൻ എങ്ങനത്തെ ഉള്ള ആളാണ്, നല്ല വ്യക്തിയാണോ, ആ നല്ല നല്ല ഗുണങ്ങൾ, സദ്ഗുണ സമ്പന്നനാണ്. രാകേശേ രാകേശനിലും, അപ്പി കൂടെ ചേർന്നാൽ രാകേശനിലും എന്തുണ്ട്, സദ്ഗുണാഹ സന്തി, സദ്ഗുണങ്ങൾ ഉണ്ട്. വേറെ പല ആൾക്കാരും ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, അപ്പം അവരിലും ഉണ്ട്, രാകേശനിലും സദ്ഗുണങ്ങൾ ഉണ്ട്. അപ്പോഴും അപി മാറുന്നില്ല, അതുപോലെ തന്നെ നിൽക്കുന്നു. ഇനി അപ്പം വിഭക്തിക്കുള്ള ഉദാഹരണമായി, വിഭക്തി എന്തായാലും അവ്യയം മാറില്ല, ലിംഗം എന്തായാലും അവ്യയം മാറില്ല. ഇനി നമുക്ക് വചനം വെച്ച് നോക്കാം. ശിക്ഷകഃ അപി ക്രീഡതി. നല്ല ടീച്ചർമാരെങ്ങനെയാണ്, കുട്ടികളുടെ ഒപ്പം പഠിക്കുക മാത്രമല്ല, പഠിപ്പിക്കുക മാത്രമല്ല, അവരുടെ ഒപ്പം കളിക്കുകയും ചെയ്യും അല്ലേ. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ, ശിക്ഷകഃ അപി ക്രീഡതി. കുട്ടികൾ മാത്രമല്ല കളിക്കുന്നത്, ശിക്ഷകനും കളിക്കുന്നു. ഒരു ശിക്ഷകനേ ഉള്ളൂ, അല്ല, ശിക്ഷകൗ അപി ക്രീഡതഃ, രണ്ട് ശിക്ഷകന്മാരും കളിക്കുന്നു. ക്രീഡതഃ, ക്രീഡതി ക്രീഡതഃ ദ്വിവചനം, ക്രിയാപദത്തിന്റെ ഏകവചനം ക്രീഡതി, ക്രീഡതഃ ദ്വിവചനം. രണ്ട് ശിക്ഷകന്മാരും കളിക്കുന്നു. രണ്ടാണോ, അല്ല, കുറേ ശിക്ഷകന്മാർ. ശിക്ഷകാഹ അപി ക്രീഡന്തി, ക്രീഡന്തി ബഹുവചനം, ശിക്ഷകാഹ ബഹുവചനം. അപ്പൊ നാമപദം മാറുന്നു, ക്രിയാപദവും മാറുന്നു വചനമനുസരിച്ച്, പക്ഷെ അവ്യയം മാറുന്നില്ലല്ലോ, അപി അപി അപി. അപ്പം അതാണ് അവ്യയം. അവ്യയത്തിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്, ഒരു ശ്ലോക രൂപേണ. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ. ലിംഗത്തിലും വിഭക്തിയിലും വചനത്തിലും ഏതൊന്നാണോ മാറാതെ നിൽക്കുന്നത് അതിന് നമ്മൾ അവ്യയം എന്ന് പറയുന്നു. നമ്മൾ പല അവ്യയങ്ങളുടെ ഉദാഹരണം നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്, കുറച്ചുകൂടി നമുക്ക് നോക്കാം. വൃക്ഷഃ അത്ര അസ്തി. വൃക്ഷഃ വൃക്ഷം, അത്ര ഇവിടെ ഉണ്ട്. എൻ്റെ വീട്ടിലും വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. വൃക്ഷങ്ങൾ, അപ്പം എൻ്റെ സുഹൃത്ത് പറയാണ് എൻ്റെ വീട്ടിലും ഉണ്ട്, പക്ഷെ ഒരു വൃക്ഷമേ ഉള്ളൂ. വൃക്ഷഃ അത്ര അസ്തി, ഒരു വൃക്ഷമേ ഉള്ളൂ. അത്ര എന്നുള്ളത് അവ്യയ പദമാണ്. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ, അത്ര. ശരി, വാനരഃ തത്ര അസ്തി. വാനരൻ എവിടെയുണ്ട്, അവിടെ നിൽക്കുന്നു. എൻ്റെ വീട്ടിലല്ല, അവിടെ നിൽക്കുന്നു വാനരൻ. തത്ര, അതും ഒരു അവ്യയമാണ്, തത്ര. ഇനി ഈശ്വരൻ എവിടെയാണ്, ഈശ്വരഃ സർവത്ര അസ്തി. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ സർവത്ര എന്നുള്ളതും ഒരു അവ്യയമാണ്. ശരി, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുട്ടി കാണുന്നില്ല, കുട്ടി ഓടിപ്പോയി. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, കുട്ടി എവിടെ? ഛാത്രഃ കുത്ര അസ്തി. ഛാത്രൻ, കുട്ടി, കുത്ര എവിടെയാണ്, കുത്ര, അതും അവ്യയമാണ്. അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, സൂര്യഃ കഥാ ഉദേതി. സൂര്യൻ കഥാ, എപ്പോഴാണ്, ഉദേതി, ഉദയം ചെയ്യുന്നത്, കഥാ എന്നുള്ളത് അവ്യയമാണ്. ചികിത്സകഃ, ചികിത്സകഃ
കുതഹ ആഗച്ഛതി? ഒരു ചോദ്യമാണിത്. ചികിത്സകൻ കുതഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നും, കുതഹ എവിടെ നിന്നുമാണ് വരുന്നത്? ആഗച്ഛതി നമ്മൾ ചോദിക്കാണ്, ഡോക്ടർ എവിടെ നിന്നാണ് വരുന്നത്? കുതഹ എന്നുള്ളത് അവ്യയമാണ്. ശരി, കുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു. അപ്പം നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് കുട്ടി ഡാൻസ് ചെയ്യുന്നത്? ശിശുഹു കഥം നൃത്യതി. ഈ കഥം, ശിശുഹു കുട്ടി, കഥം എങ്ങനെയാണ്, നൃത്യതി നർത്തനം ചെയ്യുന്നത്. കഥം എന്നുള്ളത് അവ്യയമാണ്. അദ്യ ബുധവാസരഃ അസ്തി. അദ്യ ഇന്ന്, ബുധവാസരം ബുധനാഴ്ച ആണ്, അസ്തി ആണ്. അദ്യ എന്നുള്ളത് അവ്യയമാണ്. അപ്പോൾ അത്ര, തത്ര, സർവത്ര, കുത്ര, കഥാ, കുതഹ, കഥം, അദ്യ. ഇവിടെ നമ്മൾ കണ്ടത് അപി. ഇനി ഞാൻ കുറച്ച് സെൻറ്റൻസസ് പറയാം, അത് എഴുതണ്ട, കേട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണ് അർത്ഥം. സിമ്പിൾ സെൻറ്റൻസസ് ആണ്. സത്യവക്ത സർവദാ സത്യം വദതി. സത്യവക്ത സത്യം പറയുന്നവൻ, സർവദാ എപ്പോഴും, സത്യം വദതി സത്യം പറയുന്നു. അപ്പൊ ഇവിടെ സർവദാ എന്നുള്ളത് അവ്യയമാണ്. ബാല അധുനാ ഹസതി. ബാല കുട്ടി, പെൺകുട്ടി, അധുന ഇപ്പോൾ, നമ്മൾ അദ്യ കണ്ടുവല്ലോ, അദ്യ ഇന്ന്, അധുന ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഹസതി ചിരിക്കുന്നു. അപ്പൊ അധുന എന്നുള്ളത് അവ്യയമാണ്. അധുന. ഹരിണഃ തതഃ ആഗച്ഛതി. തതഃ അവിടെ നിന്നും, തതഃ അവിടെ നിന്നും. ഹരിണഃ മാനുകൾ, ആഗച്ഛതി വരുന്നു. മാനുകൾ തുള്ളി തുള്ളി ചാടി ചാടി അവിടെ നിന്നും വരുന്നു. മേഘ സർവഥാ യോഗ്യ അസ്തി. മേഘ ഒരു പെൺകുട്ടിയാണ്. സർവഥാ, സർവഥാ എപ്പോഴും, എല്ലായ്പ്പോഴും, എല്ലാ പ്രകാരത്തിലും, യോഗ്യ അസ്തി യോഗ്യയാണ്. എല്ലാ പ്രകാരത്തിലും, എല്ലായ്പ്പോഴും, സർവഥാ. ഇതൊക്കെ മലയാളത്തിലുള്ള പദങ്ങൾ തന്നെയാണല്ലോ. സഹ കിമർത്ഥം ന ആഗച്ഛതി. സഹ അവൻ, എന്തുകൊണ്ട്, കിമർത്ഥം എന്തുകൊണ്ട്, ന ആഗച്ഛതി വരുന്നില്ല. കിമർത്ഥം അതും ഒരു അവ്യയമാണ്. കിമർത്ഥം. ഛാത്രഃ ഛാത്രാ ച ഭ്രമതഃ. ഛാത്രഃ ഛാത്രാ, ഛാത്രഃ എന്ന് പറയുമ്പോൾ ആൺകുട്ടി, ഛാത്രാ പെൺകുട്ടി, ച ഭ്രമതഃ. ച എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും. ഇംഗ്ലീഷിൽ നമ്മൾ ആൻഡ് എന്ന് പറയും, മലയാളത്തിൽ അവരും, രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഭ്രമണം ചെയ്യുന്നു. അപ്പൊ ച എന്നുള്ളത് ഒരു അവ്യയമാണ്. ഏകദാ സാ ബാലിക ഏകം അദ്ഭുതം ചിത്രം പശ്യതി. ഏകദാ ഒരിക്കൽ, സാ ബാലിക ആ പെൺകുട്ടി, ബാലിക, ഏകം അദ്ഭുതം ചിത്രം ഒരു അദ്ഭുതമായ ചിത്രത്തിനെ, പശ്യതി കാണുന്നു. കണ്ടു അല്ല, കാണുന്നു. അത് വർത്തമാനകാലം. പശ്യതി കാണുന്നു. ഏകദാ ഒരിക്കൽ, ആ ഏകദാവും അവ്യയമാണ്. ഇനി നമ്മൾ കണ്ടുവല്ലോ, അദ്യ ബുധവാസരഃ അസ്തി. നമ്മളിത് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇന്നലെ എന്നുള്ളതിന് എന്ത് പറയും? ഹ്യഹ. ഹാ പാതി യ. ഇവിടെ ഏതാ ഞാൻ? ഹാ പാതി യ. ഹ്യഹ. ഹ്യഹ ഇന്നലെ. ഇന്ന് ബുധവാസരമാണെങ്കിൽ ഇന്നലെ എന്ത് വാസരമായിരുന്നു? ബുധനാഴ്ചയാണ് ഇന്നെങ്കിൽ ഇന്നലെ എന്ത് ആഴ്ചയായിരുന്നു? മംഗലവാസരഃ. ഹ്യഹ ഇന്നലെ, മംഗലവാസരഃ മംഗലവാസരം ചൊവ്വാഴ്ച. ഇനി അതിൻ്റെ തലേദിവസോ? മിനിഞ്ഞാന്ന്. അതിനെന്താ പറയാ? പരഹ്യഹ. പരഹ്യഹ. പരഹ്യഹ എന്തായിരുന്നു? സോമവാസരഃ. മിനിഞ്ഞാന്ന് സോമവാസരഃ. പരഹ്യഹ സോമവാസരഃ. ഇതെല്ലാം അവ്യയമാണ്.
അദ്യ, ഹ്യഹ, പരഹ്യഹ അവ്യയമാണ്. ഇനി നമുക്ക് നാളെ എടുക്കാം. നാളെ എന്താണ് പറയാ? ശ്വഹ. അദ്യ ബുധവാസരഃ അസ്തി, ശ്വഹ ഗുരുവാസരഃ. നാളെ ഗുരുവാസരമാണ്. അതേപോലെ മറ്റന്നാളോ? കറക്റ്റ്, പരശ്വഹ. മറ്റന്നാള്, മറ്റന്നാള് എന്താണ് അപ്പോ? ശുക്രവാസരഃ. വെള്ളിയാഴ്ചക്ക് നമ്മൾ ശുക്രവാസരഃ എന്ന് പറയും. അപ്പൊ പരശ്വഹ ശുക്രവാസരഃ. അപ്പൊ ഇതെല്ലാം അവ്യയമാണ്. ശ്വഹ, പരശ്വഹ, ഹ്യഹ, പരഹ്യഹ എല്ലാം അവ്യയമാണ്, മാറാതെ നിൽക്കുന്നു. കൂടുതൽ നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് കാണാം.